നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പം നമ്മൾ കാറിന്റെ അനിമേഷൻ സെറ്റ് ചെയ്ത് ഓക്കെ. ഞാൻ ഇവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്തു. ദെൻ ന്യൂവിൽ പോയാണ്ട് സോളിഡ് സെലക്ട് ചെയ്തു. ഈ സെയിം കേട്ടോ ഓക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എലിപ്സ് ടൂൾ എടുത്തു കണ്ണ് ഷിഫ്റ്റ് പ്രസ് ചെയ്താണ്ട് ഒരു എലിപ്സ് വരച്ചു ഓക്കെ. എന്നിട്ട് കാറ് ഇവിടുന്ന് ഇങ്ങനെ എന്താ കാറിന്റെ തല കാറിന്റെ അവിടെ വെച്ചാണ്ട് എലിപ്സ് ടൂൾ ഇതാ കുറച്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതെന്ത് ചെയ്യാണ് നമ്മളിപ്പം ഇങ്ങനെ സോളിഡ് എലിപ്സ് എടുത്ത് വെച്ചാൽ മാസ്ക് ആയാലും സംഭവം ഈ സോളിഡ് എലിപ്സിലോട്ട് മാസ്ക് ആയാലും അപ്പം ഇങ്ങനെ ഓപ്ഷൻസ് വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞാൻ ഈ ഏരോ താഴോട്ട് ഇതാക്കി. ദെൻ മാസ്ക് പാത്തിൽ ഞാനൊരു 4 സെക്കൻഡിൽ പോയാണ്ട് മാസ്ക് പാത്തിൽ ഈ ക്ലോക്ക് വാച്ച് ഓൺ ആക്കി. ദെൻ എന്ത് ചെയ്തു, ഇവിടെ വെച്ച് മാസ്ക് ഫെദറിലാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. ഒരു 150 200 ഞാൻ 200 കൊടുത്തു ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കേഴ്സർ കൊണ്ടയച്ചു. കേഴ്സർ കൊണ്ടയച്ചാണ്ട് മാസ്കിന്റെ ലെയർ സെലക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് അതിൽ ഒരു ഏതെങ്കിലും ഒരു പോയിന്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതായത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബോക്സ് ഉണ്ട്. എന്നിട്ടാണ് കൺട്രോളും ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്താണ്ട് മാക്സിമം ചെറുതാക്കി ഓക്കെ. അപ്പൊ ഒരു പോയിന്റ് ഇവിടെ ആഡ് ആയി. ഇങ്ങനെ നോക്കുക ഇങ്ങനെ സെറ്റ് ചെയ്തു. ദെൻ 3 സെക്കൻഡിൽ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു, ഈ സോളിഡിനെ തന്നെ ടി പ്രസ് ചെയ്ത ഒപ്പാസിറ്റി സംഭവമാണ് ടി ഓക്കെ. ക്ലോക്ക് വാച്ച് ഓൺ ആക്കി. എന്നിട്ട് 4 സെക്കൻഡിൽ പോയാണ്ട് ഈ എമൗണ്ട് ഞാൻ 0 ആക്കി. അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലോക്ക് വാച്ച് ഓൺ ആക്കുമ്പോൾ നമ്മൾ കേസർ നീക്കി എമൗണ്ട് നീക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക് പോയിന്റ്സ് വരും കേട്ടോ. അങ്ങനെ അത് ഞാൻ സെറ്റ് ചെയ്തു ഓക്കെ. ഞാൻ ഈ സോളിഡ് നമ്മൾ അതിന് ഒപ്പാസിറ്റിയും കൊടുത്ത് മാസ്ക് പതറും കൊടുത്ത് ദെൻ ഇതിമൊക്കെ ഞാൻ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ പോയാണ്ട് എന്ത് ചെയ്യാണ്, സേബറിന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് ഇവിടെ വരും. ഇൻസ്റ്റാൾ ആക്കിയില്ലെങ്കിൽ നിങ്ങളിലും വരും. അതെടുത്താണ്ട് സോളിഡിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഇവിടെ പോവാം കസ്റ്റമൈസ് കളർ കസ്റ്റമൈസ് സ്കോറിൽ പോയാണ്ട് സേബർ മാറ്റി ലെയർ മാസ്ക് ഓൺ ആക്കി. അപ്പൊ അത് ഇങ്ങനെ വന്നു. നമ്മൾ എലിപ്സ് വരച്ച ആ ഷേപ്പിലോട്ട് അത് വന്നു ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 3D ഓപ്ഷൻ കാണില്ലല്ലോ. ടോഗിൾ സ്വിച്ചസ് ഓർ മോഡ് വെക്കുമ്പോൾ 3Dയിലെ സംഭവം വരും. ഇത് ഞാൻ 3D ലെയറിന് മാത്രം 3D ഓൺ ചെയ്തു. ഇത് എക്സ്പോർട്ടേഷനിൽ ഞാൻ പോയാണ്ട് 90 കൊടുത്തു, ഇങ്ങനെ ആക്കി വെച്ചു. ഇതെന്താ, ഇത് ഇങ്ങനെ ഈ ഏരോ ഉണ്ടല്ലോ ഇത് പിടിച്ച് താഴോട്ട് വെച്ചു, അതായത് റോഡിൽ താഴോട്ട് വെച്ചു. എന്നിട്ട് എസ് പ്രസ് ചെയ്താണ്ട് ഞാനൊന്ന് മാക്സിമം സ്കെയിൽ ചെയ്തു, കുറച്ചുകൂടെ മേലോട്ട് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഈ കാറിന്റെ ഇമേജ് ഞാൻ മേലോട്ട് ഇട്ടു. കാരണം കാറിന്റെ താഴെയുള്ള ഷേപ്പ് വരേണ്ടത്. കുറച്ച് നമുക്ക് ആ റൗണ്ട് ഒന്ന് കാറിന്റെ ഇതാക്കി വെക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കുറച്ചും കൂടെ ഒന്ന് സ്കെയിൽ ചെയ്യാം ഓക്കെ. മനസ്സിലാണ്ട് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഇപ്പം ചെയ്താൽ എലമെന്റ്സ് ഒക്കെ എടുത്താണ്ട് കറക്റ്റ് ഇങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, ഈ മോഡ് ഉണ്ടല്ലോ സോളിഡിൽ പോയാണ്ട് ടോഗിൾ മോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ടോഗിൾ സ്വിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കാണാത്ത ഓപ്ഷൻസ് വരും. ഇതെന്നെ അങ്ങോട്ട് നോർമൽ മാറ്റി എന്ത് ചെയ്തു, ആഡ് കൊടുത്തു. അപ്പോൾ അത് ബ്ലെൻഡായി, റോഡിൽ ബ്ലെൻഡായി. കുറച്ച് നീക്കിയേക്കാണ്, അതായത് കാറ് വന്നതിന് ശേഷം ലൈറ്റ് എഫക്റ്റ് ആക്കരുത്. കാറിൽ ലാൻഡ് ചെയ്തു പിന്നെ ലൈറ്റിങ് ഇങ്ങനെ വരും ഓക്കെ. അങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ ഇതിൽ കോപ്പി എടുക്കുകയാണ്. കൺട്രോൾ ഡി പ്രസ് ചെയ്തു, കോപ്പി എടുത്തിട്ടാണ് എന്ത് ചെയ്തു, അപ്പം ഇവിടുന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെ വന്നു, ലൈറ്റ് വന്നു. അത് പോകുമ്പോൾ തന്നെ അടുത്ത ലൈറ്റ് വരും. കുറച്ച് ഞാൻ നീക്കി വെച്ചു. വീണ്ടും ഞാൻ കോപ്പി എടുത്തു, കൺട്രോൾ ഡി പ്രസ് ചെയ്താണ്ട് ഇങ്ങോട്ടേക്ക് നീക്കി. അപ്ലൈ ചെയ്ത് നോക്കട്ടെ. ലൈറ്റ്, സെക്കൻഡ് ലൈറ്റ്, തേർഡ് ലൈറ്റ്. എന്നിട്ട് വീണ്ടും കൺട്രോൾ ഡി എടുത്തു, കുറച്ച് ഇങ്ങോട്ടേക്ക് കേഴ്സറിൻ്റെ അവിടെ വെച്ചു. ലൈറ്റ് അവസാനിക്കാനേ പാടില്ല. വീണ്ടും കോപ്പി എടുത്തു,
നിങ്ങൾ ഇതിനനുസരിച്ച് വെക്കോട്ടോ. അത് ലൈറ്റ് എങ്ങനെ എത്ര സമയം കൊണ്ട് വരുന്നതിനനുസരിച്ച് ഞാൻ കുറച്ച് മൂവാക്കി ലെയേഴ്സ് നീക്കി നീക്കി ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇത് മൊത്തം സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി കൊടുത്ത് ഒരുപാട് കോപ്പി എടുത്തു എല്ലാത്തിൻ്റെ. എന്നിട്ട് ഇതെവിടെതാ ഇത് ഇപ്പൊ സെലക്ട് ആണല്ലോ നമ്മളെടുത്ത ലെയേഴ്സ് കോപ്പി എടുത്ത. ഇത് ഇങ്ങനെ എടുത്താണ് ഏറ്റവും ടോപ്പ്. ടോപ്പ് പറഞ്ഞാല് ഏറ്റവും എന്താ ഈ സോളിഡിന്റെ ടോപ്പ് ഇതാ വൈറ്റ് ഇവിടെ ഒരു ഡാർക്ക് ലൈൻ കാണിക്കണ ആണ് വെച്ചത് ഇവിടെ. എന്നിട്ട് ഇതാ നീക്കുക. ഇവിടുന്ന് ലൈറ്റ് വന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം.